നമ്മൾ എത്താറുള്ള റെയിൽവേ സ്റ്റേഷൻ എത്താറായി. ബാഗുകൾ ട്രെയിനിൽ കൊണ്ടുപോയി കസ്റ്റമർക്ക് കൊടുക്കാൻ തയ്യാറാണ്. ട്രെയിൻ മാത്രമല്ല, ഏത് ജില്ലയിലും പറഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോർട്ടിംഗ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ചന്ദനത്തോപ്പിൽ നിന്ന് അടുത്ത ഒരു ജംഗ്ഷൻ ആയതുകൊണ്ടാണ് ട്രെയിനിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്കാൻ തീരുമാനിച്ചത്. ഞാൻ പ്രോ ബാഗിൻ്റെ ബിസിനസ് സ്റ്റാർട്ടായി. അപ്പോൾ ബാഗിൻ്റെ പരിപാടികൾ, കുട്ടികൾക്ക് വേണ്ടിയ ബാഗുകൾ ഒരു 10 ബാഗ് വേണമെങ്കിലും പറഞ്ഞാൽ ഞാൻ കൊണ്ടെത്തിക്കാൻ തയ്യാറാണ്. അപ്പോൾ പുതിയ റെയിൽവേ സ്റ്റേഷനിൽ അടുക്കാറായി. ഫ്രണ്ട്സ്, ബാഗ് വേണ്ടിയവരെല്ലാം വിളിച്ചോളൂ. ഇപ്പോൾ മാൻ സീസണാണ്. അപ്പോൾ നമ്മുടെ സീസൺ സ്റ്റാർട്ടിങ് ആയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇച്ചിരി ഫ്രീ ഉണ്ട്. അപ്പോൾ പറയുന്ന സ്ഥലത്ത് കൊണ്ട് എത്തിക്കാൻ പറ്റും. സീസൺ സമയത്തിൽ എത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കസ്റ്റമറെല്ലാം നേരത്തെ വിളിച്ച് ഓർഡർ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്പോട്ടിൽ കൊണ്ടുതരാൻ തയ്യാറാണ് ഞങ്ങൾ. പ്രോ ബാഗിൻ്റെ പോയ വർഷത്തിൻ്റെ 3 വർഷമായിട്ട് നമ്മൾ ചെയ്യുന്ന മാർക്കറ്റിംഗ് ആണ്. അതിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പം സ്കൂൾ അടയ്ക്കുന്നതിൻ്റെ മുമ്പേ പരീക്ഷ 10ാം ക്ലാസ്സിൻ്റെ ഇന്നലെ തുടങ്ങിയതേ ഉള്ളൂ. നമുക്ക് ഒരു സ്കൂളിൽ നിന്ന് ഓർഡർ വരാൻ തുടങ്ങി. അപ്പോൾ എല്ലാ സ്കൂളുകൾക്കും ബാഗ് കൊണ്ടുപോയി എത്തിക്കുന്നതാണ് നമ്മുടെ ജോലി. സീസണിന് മുമ്പേ നിങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഓർഡർ തന്നാൽ നമ്മൾ കൊണ്ടെത്തിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് റീസണബിൾ റേറ്റിൽ നമുക്ക് കൊണ്ട് തരാൻ പറ്റും. റേറ്റും കുറവാണ്. ക്വാളിറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. എന്ത് ബുദ്ധിമുട്ടോ കംപ്ലൈൻറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് റീസർവീസ് ഉണ്ട്. അതുമാത്രമല്ല 3-4 വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് എടുക്കുന്ന സ്കൂളുകളാണ്. അപ്പം പുതിയ ആരെങ്കിലും സ്കൂളുകൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഈ നമ്പറിൽ ബന്ധപ്പെടാൻ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാൻ തയ്യാറാണ്. റെയിൽവേ സ്റ്റേഷൻ എത്താറായി. ഞാൻ ഇങ്ങനെ രാവിലെ 6 മണിക്ക് ഇറങ്ങിയതാണ്. നല്ല ക്ലൈമറ്റ്. കേരളത്തിൽ നല്ല എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന നിറയെ പ്രോഗ്രാം ഉള്ളത് ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ കണ്ടു. നല്ല ഒരു ഫ്രീ 10 രൂപയേ ഉള്ളൂ. 10 രൂപയ്ക്ക് ഞാൻ ഇന്ന് നല്ല ഒരു മോർണിംഗ് എൻ്റർടൈൻ ചെയ്തു. അപ്പം ജനങ്ങൾക്കും അതാണ് പറയുന്നത്, എൻജോയ് ചെയ്താണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. എൻ്റർടൈൻ മാത്രമല്ല, എൻജോയ്മെൻറ്റും ചെയ്താണ് ചെയ്യുന്നത്. സ്വപ്നങ്ങളെല്ലാം ഞാൻ സക്സസ് ആക്കിക്കൊണ്ടിരിക്കുന്നു. അബ്ദുൽ കലാം പറഞ്ഞതുപോലെയാണ്, ഉറക്കത്തിൽ വരുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം. അപ്പോൾ എൻ്റെ ഉറക്കം കെടുത്തുന്നുണ്ട് സ്വപ്നങ്ങൾ. അപ്പം ഐ ആം ഹാപ്പി. ഞാൻ അടുത്ത വർഷം പുതിയ സ്കീമായിട്ട് വരും. അപ്പോൾ എന്തായാലും ഈ സ്കൂൾ തുറപ്പിന് മാക്സിമം കസ്റ്റമർ ബാഗ് വാങ്ങി സഹകരിക്കണം. നല്ല ഫസ്റ്റ് ക്വാളിറ്റി തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ 1 ഇയർക്കുള്ള ഗ്യാരണ്ടിയും വാറണ്ടിയും സർവീസും എല്ലാം തരാൻ തയ്യാറായിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു പുതിയ സ്കീം തുടങ്ങിയിട്ടുണ്ട്. ഒരു കുട്ടികൾക്കും പാസ്പോർട്ട് എന്നൊരു സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. അതിലും എൻട്രി ചെയ്താൽ നിങ്ങൾക്ക് നിറയെ എൻ്റർടൈൻ അതിലേക്ക് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഈ സ്കൂൾ സീസണിൽ ഒരു പ്രോഗ്രാം നടത്താൻ പോകുന്ന ആ പ്രോഗ്രാമിൽ എല്ലാവരും പങ്കെടുക്കണം. അപ്പം കൊല്ലം ബീച്ചിൽ വെച്ചാണ് നമ്മൾ ഒരു ചെസ് ഗെയിം വെക്കുന്നുണ്ട്. അതേപോലെ പട്ടം പറത്തി 6 സ്കൈറ്റാണ് എൻ്റെ ലാസ്റ്റ് സമയം വരെ ഇരിക്കുന്ന അവർക്ക് ഗിഫ്റ്റുണ്ട്. അതേപോലെ ചെസ് ഗെയിമിൽ ജയിക്കുന്നവർക്കും ഗിഫ്റ്റുണ്ട്. എല്ലാം ബീച്ചിൽ വെച്ചാണ് ഈ പ്രോഗ്രാമുകൾ നടത്തുന്നത്. അപ്പം മാക്സിമം ബാഗ് വാങ്ങി സഹകരിക്കുക. നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട്. ബൈ, സി യു. കാലം റെയിൽവേ സ്റ്റേഷൻ എത്താറായിക്കൊണ്ടിരിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, ഏതാണ് സൈഡ് റെയിൽവേ സ്റ്റേഷൻ എന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ സ്ലോ ആയി ഇപ്പുറത്തെ സൈഡ് തന്നെ റെയിൽവേ സ്റ്റേഷന്. നമ്മൾ കുറി
ഓക്കെ ഫ്രണ്ട്സ്.